കുറച്ച് നാളത്തെ എഫേർട്ടിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് എങ്ങനെ ഒരു നല്ല രക്ഷിതാവാവാം എന്ന ഈ പുസ്തകം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇത് എന്ത് കാര്യത്തിനാണോ അദ്ദേഹം ഉദ്ദേശിച്ച് ഇറക്കിയിരിക്കുന്നത് അതിൻ്റെ നല്ല നിലയിൽ തന്നെ അതിൻ്റെ ഉപയോഗം കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും നമ്മളെ മക്കൾ വളർത്തിയ ആൾക്കാരാണ് ഇതിൽ കൂടുതലുള്ളത്. ഞാനും 3 മക്കളെ പോറ്റി വളർത്തി വലുതാക്കിയിട്ടുണ്ട്. കൂടുതൽ എഫേർട്ട് മാതാവിനാണെങ്കിലും പിതാവിനും അതിൻ്റേതായ ചില എഫേർട്ടുകളുണ്ട്. ഇതേ മക്കൾ നമുക്ക് വേണ്ടി വലതും സാലിഹും യദുലവും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ കാലശേഷം നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാകാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രയത്നിക്കണം. മക്കളുടെ കൂടെ കൂടുതൽ ചെലവഴിക്കുന്നതിലല്ല, ആ ചെലവഴിക്കുന്നത് നല്ല നിലയിലാക്കാനുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ ഇതിലുള്ള ഒരു സബ്ജക്റ്റ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ഞാൻ ഒന്ന് കണ്ണോടിച്ചപ്പോൾ കണ്ടു. അനുകൂലമായ ഗർഭപാത്രം. അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചിട്ടില്ലെങ്കിൽ ചെറുതായിട്ട് വായിച്ചപ്പോൾ അത് വളരെ ശരിയായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത്രയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. കുട്ടികളെ പറയുമ്പോൾ ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയാനുണ്ടാവും. നമ്മൾ എങ്ങനെ വളർത്തുന്നു അതിനനുസരിച്ചായിരിക്കും കുട്ടികളുടെ വളർച്ചയും കാര്യങ്ങളും എല്ലാം നീങ്ങുന്നത്. അതേപോലെ നമ്മുടെ ഇടയിൽ കുട്ടികളുടെ എപ്പോഴും ഒരു കൺട്രോൾ വേണം. അതേപോലെ നമുക്ക് 3 കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒരേ രീതിയിൽ ഒരേപോലെ എല്ലാ കാര്യങ്ങളിലും അവരെ ഒരേപോലെ കാണണമെന്നുള്ള ഒരു ചിന്തയും നമുക്ക് ഉണ്ടായിരിക്കണം. അത് സ്വത്തിൻ്റെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും മക്കളെ ഒരേ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നമ്മളോടും സ്നേഹവും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ചെറിയ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ഇന്നിവിടെ നടന്നത് കുറച്ച് മുമ്പ് അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എങ്ങനെ ഒരു നല്ല രക്ഷിതാവാം എന്നുള്ള ഈ ബുക്ക് വളരെയധികം അധികം വായിച്ചിട്ടില്ല, എന്നാലും എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒന്ന് തന്നെ ആവുന്നതിലൊരു സംശയവുമില്ല. ഇതിൽ ഞാൻ ഒരു 5 മിനിറ്റ് ഒന്ന് കണ്ണോടിച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നിയത് ഒരു അനുകൂലമായ ഒരു ഗർഭപാത്രം. അത് വളരെ വായിച്ചപ്പോൾ തന്നെ ശരിക്കും നമ്മൾ കുട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം ഒരു ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ആ കുട്ടിൻ്റെ ആ സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നുള്ളതാണ്. അതിൽ മാതാപിതാക്കളുടെ റോള്, മാതാവ് എങ്ങനെയെല്ലാം ഫേസ് ചെയ്ത ആ ഒരു ചുറ്റുപാട്, ടെൻഷനും പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം. അപ്പോൾ അത് അവരെ ഇണയും എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതില്ലാന്ന് അത്രയും ഇതായിട്ടുള്ള ആ കുട്ടീൻ്റെ വളർച്ച, ആ മെൻ്റലി ഇതാകുന്നത് ആ സമയത്തന്നെ. പിന്നെ ഇതിൽ പറയുന്നുണ്ട്, ഒരാൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കൊല്ലണമെന്ന് തോന്നുന്നു. അതെപ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ഭയങ്കര നമ്മൾ ഈ സോഷ്യൽ സർവീസിലെല്ലാം ഉള്ള ആളായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇങ്ങനെ അനാഥാലയത്തിലെല്ലാം പോകുമ്പോൾ അവിടെ മക്കൾ കൊണ്ടാക്കി എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാനും ചിന്തിച്ച് പോകാറുണ്ട്. അതെങ്ങനെ ഒരു മാതാവിനെ, ഒരു പിതാവിനെ എങ്ങനെ കുട്ടികൾക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളത്. അത് ഭയങ്കര ഒരു ഫീലിംഗ് ഉള്ളതാണ്. മാതാപിതാക്കൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോരാളെ കാണുമ്പോഴും ഭയങ്കര അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സങ്കടം തോന്നലുണ്ട്. നമുക്ക് ഇല്ലാത്തതിൻ്റെ വിഷമം അതറിയാം. കണ്ണുണ്ടായാലും കണ്ണിൻ്റെ കാഴ്ച മനസ്സിലാവില്ല എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ സമയത്ത് ഇത് എപ്പോഴും ഈ ഒരു കുടുംബക്കാരും എല്ലാവരും നല്ലതായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ് ഗർഭധാരണം. അതിൻ്റെ അപ്പുറത്ത് ആ സ്റ്റേജുകളിൽ അതെല്ലാം തന്നെ ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ്.
എല്ലാവരും ഫാമിലിയിലും ഫ്രണ്ട് സർക്കിളിലും എല്ലാം തന്നെ കൊടുത്ത് ഈ ഫൈസൽ സാറിൻ്റെ ഈ ഒരു ബുക്കിനെ എല്ലാവരിലും എത്തിക്കണം. എല്ലാവർക്കും ആ ഒരു പുതിയ ജനറേഷന് പ്രത്യേകിച്ചും കുട്ടികൾ വേണ്ടാന്ന് വിചാരിക്കുന്ന ചുറ്റുപാടാണ് ഇന്നത്തെ കുട്ടികൾക്ക്. 2 ആൾ മതി. അത് അവർക്കും എല്ലാം തന്നെ ഈ ഒരു ബുക്ക് വളരെയധികം ഉപകാരപ്രദമാകും തന്നെ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു